ഹായ് ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മാവോ പ്ലാവോ എന്തെങ്കിലും കായ ആയിരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വെട്ടിക്കളയുന്ന അതിൻ്റെ അടുത്ത് പോയിട്ട് പറയാം, നിന്നെ ഞാൻ ഇനി കായ് തന്നില്ലെങ്കിൽ വെട്ടിക്കളയുന്നു. അപ്പോൾ അത് കായ്ക്കും അത്രേ. എന്നോട് ഒന്ന് രണ്ടാൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പം അത് സത്യമാണെന്ന് എനിക്ക് തോന്നിയത്, പൊട്ടത്തരായിരിക്കാം, പക്ഷേ സത്യമാണെന്ന് തോന്നിയത്. ഞാൻ കഴിഞ്ഞ വർഷം ഈ പ്ലാവിനെ ഞാൻ വെട്ടാനിരുന്നതാണ് കേട്ടോ. എന്നു വെച്ചാൽ ഒന്ന് ഇതേ കിണറുമായിട്ട് ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ കിണറ്റിൽ വേര് താണാൽ കിണറിടിയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ടാൾ പറഞ്ഞപ്പോൾ ഞാനത് മുറിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ മുറിക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ കാണാം അതിന് ചെറിയൊരു പൂവ് വന്നിന് അതിൻ്റെ. അപ്പോൾ ഒരു 3-5 പൂവ് വന്നു, അത് കൊഴിഞ്ഞു പോയി. അപ്പോൾ ഒരു പൂവ് അത് അവിടെ നിന്നിട്ട് നല്ലൊരു ചക്കയായിട്ടുണ്ട്. കണ്ടോ കണ്ടോ. അപ്പോൾ ഞാനിങ്ങനത്തെ കാര്യമൊന്നും വിശ്വസിക്കലില്ല, പക്ഷേ എന്നാലും ഞാൻ അതിനെ ഞാൻ അതിൻ്റെ അടുത്ത് പോയി കത്തിയാളെടുത്തിട്ട് കൊടുവാളെടുത്തിട്ട് അതിൻ്റെ അടുത്ത് പോയി കൊത്താൻ ഓങ്ങിയതാണ്. പക്ഷേങ്കിൽ ഞാനത് അപ്പോഴാണ് ഒരു 3-4 പൂവ് കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട, നോക്കാമെന്ന്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വർഷം ചക്കയാവുമോ നോക്കാം. പിന്നെ ബുദ്ധിമുട്ട് വരുന്ന തടിയൊക്കെ വന്ന് അതൊരു നമുക്ക് ബുദ്ധിമുട്ടാവുമെന്ന് തോന്നുന്ന സമയത്ത് അതിനെ മുറിച്ച് കളയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വീട്ടിൽ കായ ആവാതെ ചക്കയോ മാവോ പ്ലാവോ അല്ലെങ്കിൽ എന്തെങ്കിലും പേരയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് പോയി കൊടുവാളെടുത്തിട്ട് പറയണം, പിന്നെ ഞാൻ കൊത്തും കായ് തന്നില്ലെങ്കിലും. അപ്പോൾ അത് താനേ കായാവും അത്രേ. അപ്പോൾ ബൈ ബൈ.